ജയിലിൽ വിടേണ്ട കുട്ടികളെയാണ് ജുവനൈൽ ഹോമിൽ ഇട്ട് തീറ്റിപ്പോറ്റുന്നത്, പരീക്ഷ എഴുതിപ്പിക്കുന്നത്. ഷഹബാസിനെ കൊന്നുകളഞ്ഞ ക്രൂരതയുടെ മുഖമുള്ള കുട്ടികൾ നിരകിക്കാൻ പോകുന്നു. 15-16 വയസ്സ് മാത്രമുള്ളെങ്കിൽ ആരെയും കൊല്ലാമെന്നുള്ള ചിന്താഗതിയിലേക്ക് മക്കളെ തള്ളിവിടുന്ന തരത്തിലുള്ള ശിക്ഷാ നിയമവും സംരക്ഷണ രീതിയുമെല്ലാം മാറ്റിമറിക്കേണ്ടതാണെന്നാണ് അധ്യാപിക കൂടിയായ ജയ ടീച്ചർ പറയുന്നത്. ആർക്ക് സഹിക്കാൻ കഴിയും? എൻ്റെ മകളാണെങ്കിൽ, എൻ്റെ മകനാണെങ്കിൽ സഹിക്കാൻ കഴിയുമോ എന്നതാണ് ടീച്ചറുടെ പ്രസക്തമായ ചോദ്യം. ഇത്തരം നടപടിക്രമങ്ങൾ തീർച്ചയായും തുടച്ചു നീക്കപ്പെടേണ്ടതാണ്. ഒരാൾക്ക് ഒരു കൊലപാതകം നടത്തണമെങ്കിൽ അത് ചെറിയ കുട്ടികളെ വെച്ച് നടത്തിയാലോ എന്ന തരത്തിലേക്ക് പ്ലാനിങ് പോകുന്ന തരത്തിലാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതെ, കുട്ടിയായി കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ പ്രശ്നങ്ങളൊന്നുമില്ല. മുതിർന്നവർ ചെയ്യേണ്ട കാര്യം പിഞ്ചു കുട്ടികളുടെ കൈകൊണ്ട് നടത്തിയാൽ അത് പിന്നെ കാര്യം എളുപ്പമായല്ലോ. ഇത്തരത്തിലേക്ക് ഗുണ്ടകളുടെ ചിന്താഗതിയെ വരേക്കും മാറ്റിമറി രീതിയിലേക്കാണ് നമ്മുടെ നിയമവ്യവസ്ഥകൾ മാറിയിരിക്കുന്നത്. അർഹതപ്പെട്ട ശിക്ഷ നൽകി ജയിലിൽ അടയ്ക്കേണ്ട കുട്ടികളെ സംരക്ഷിച്ചു പോറ്റുന്നതും വലിയ കുറ്റം തന്നെയല്ലേ. പുറത്തു വന്ന വാർത്തകൾ തന്നെ ആസൂത്രിതമായി തന്നെയാണ് ഇത് നടപ്പിലാക്കിയത് എന്ന് തെളിയിക്കുമ്പോഴും പ്രതികൾ എന്തുകൊണ്ടാണ് സംരക്ഷിക്കപ്പെടുന്നത്? ഗൂഢാലോചന നടത്തി മാരക ആയുധങ്ങൾ കൈവശം വെച്ചവരെയെല്ലാം കുഞ്ഞുങ്ങളെന്ന പരിഗണനയിലേക്ക് മാറ്റി ഒരു പാവം പയ്യന് നീതി നിഷേധിപ്പിക്കപ്പെടുന്നത് എങ്ങനെയാണ് അന്യായമല്ലാതിരിക്കുക? അല്ലെങ്കിൽ ഇങ്ങനെ കൊലവിളി നടന്നുകൊണ്ടേയിരിക്കും, അതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇതിനൊരു മാറ്റം വരണം. ഇനി മേലിൽ ഒരു അമ്മ ഇങ്ങനെ കരയരുത്. കേരളം ഒട്ടുക്ക് എത്രയോ അമ്മമാരിങ്ങനെ കരയുന്നുണ്ട്. ഇനി ഇതിനിടയാക്കാതിരിക്കണമെങ്കിൽ നിയമത്തിൽ ഭേദഗതി വരുത്തണം. കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കുറയ്ക്കണം. രക്ഷിതാക്കളെ ശിക്ഷിക്കാൻ അവർക്ക് അവകാശം ഉണ്ടാകണം. രക്ഷിതാക്കൾക്ക് ബാലനിയമത്തിൽ വ്യതിയാനം വരണം. അങ്ങനെ എല്ലാ നിയമത്തിലും മാറ്റം വന്നെങ്കിൽ കേരളം ഇനി മുന്നോട്ട് പോകത്തുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്താലും ആർക്കും ഒരു ഭയവുമില്ല, ശിക്ഷ കിട്ടത്തില്ലെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആരും എന്ത് ചെയ്യും? അതിനൊരു മാറ്റം വരണം. അതുകൊണ്ട് നിയമത്തിൽ ഭേദഗതി വരുത്തി ശരിയായിട്ടുള്ള ശിക്ഷ എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കണം. ഇതിനകത്ത് രാഷ്ട്രീയക്കാരുടെ സഹായം ഉണ്ടാകാൻ പാടില്ല. ആരും ഈ കൊലയാളികളെ രക്ഷിക്കാൻ വേണ്ടി ഒരു രാഷ്ട്രീയക്കാരും സഹായിക്കാൻ പാടില്ല. ജാതി മതവും നോക്കാതെ രാഷ്ട്രീയക്കാർ ഇതിന് ഇറങ്ങി തിരിച്ച് ഗവൺമെൻറ് ആണെങ്കിലും കൊള്ളാം, കോടതി ആണെങ്കിലും കൊള്ളാം, ആരാണെങ്കിലും കൊള്ളാം, ഇതിന് വേണ്ടുന്നത് പ്രതിവിധി ചെയ്താൽ ഇവരെ നീതി കൊടുക്കണം. എല്ലാവർക്കും കൊല നടന്നിടത്ത് നീതി കിട്ടണം. കൊല നടന്ന എത്രയോ വീടുകളുണ്ട്, അവിടെയൊക്കെ നീതി കിട്ടണം. അത് അഡൽട്സിനാണെങ്കിലും കൊള്ളാം, ചെറിയ കുട്ടികൾക്കാണെങ്കിലും കൊള്ളാം, എല്ലാവർക്കും നീതി കിട്ടണം. അതിന് ഇവിടുത്തെ മദ്യവും മയക്കുമരുന്നും സിഗരറ്റ് ഇതൊക്കെ നിരോധിച്ചിട്ട് ഗവൺമെൻറ് ഈ ഭാഗ്യക്കുറി കൊണ്ടും മദ്യം കൊണ്ടും ശമ്പളവും പെൻഷനും കൊടുക്കാതെ ശരിയായ രീതിയിൽ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് കൊണ്ട് ജീവിക്കാൻ മനുഷ്യരെ പഠിപ്പിക്കണം. അതാ വേണമെന്ന്. ഈ ഭാഗ്യക്കുറി കൊണ്ട് എത്ര പേരാണ് നോക്കിയിരുന്ന ആത്മഹത്യ ചെയ്യുന്നത്? ഈ മദ്യം ഉപയോഗിച്ച് എത്ര നാളിൽ ഞാൻ ആ ചിന്നമ്മ ടീച്ചറിൻ്റെ കൂടെ ഒക്കെ നടന്നതാണ്. മദ്യം നിരോധിക്കണം എന്ന് പറഞ്ഞാൽ ആര് നിരോധിച്ചു? ഇതല്ലേ നമ്മുടെ വരുമാനം, വേറെ ഒന്നും വരുമാനം ഇല്ലല്ലോ. പിന്നെ കൊല നടക്കുന്നതിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല.